അപ്പം ഞങ്ങളങ്ങനെ RV ക്യാമ്പ് ഗ്രൗണ്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടായാലും നമ്മളുടെ സ്ഥലത്ത് നമ്മൾ എത്തി. വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തു. ഈ കാണാൻ കേട്ടോ നമ്മുടെ അതുണ്ടാ ചില്ലുവാക്ക് റിവർ RV ക്യാമ്പ് ഗ്രൗണ്ട്. അപ്പോൾ ക്യാമ്പ് ഗ്രൗണ്ടിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. നമ്മുടെ RV അല്ല ട്രക്ക് പാർക്ക് ചെയ്തു. ലീഞ്ചറിൻ്റെ വണ്ടി അവിടെ ഇട്ടു, എല്ലാം സെറ്റപ്പ് ചെയ്തു. ഇപ്പോൾ ഫയർ പിറ്റ് ഇടാനായിട്ടേ വുഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഫയർ വുഡ് എടുത്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് കേട്ടോ. ഒരു അടിപൊളി സൈറ്റാണ്. അതെ, ഇവിടെ സ്പീഡ് ലിമിറ്റ് 5 കേട്ടോ. അപ്പോൾ അതൊക്കെ ഉന്തണം. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കരടി ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും വെള്ളത്തിൻ്റെ സൈഡിൽ വല്ലതും കാണുമോ ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളുടെ RV സൈറ്റിൽ നമ്മളെത്തി. നമ്മുടെ വണ്ടികളെല്ലാം അവിടെ ഉണ്ട്. ലീഞ്ചറിന് അവിടെ ഫയർവുഡ് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. നമ്മുടെ ബെഡും സാധനങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടോ, നല്ല ചെളിയായിരുന്നു കേട്ടോ പറ്റുന്ന വഴി. ചെളി അടിച്ച് കയറിയിട്ടേ. അപ്പോൾ നമ്മുടെ ബെഡ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് സെറ്റപ്പാണ്. അതായത് നമ്മുടെ നോർത്തേൺ ഔട്ട്ലാൻഡേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ഥലം കേട്ടോ. ഇവിടെ ഞങ്ങൾ ഓൾറെഡി ഫയർവുഡ് ഇട്ടിരുന്നു. പക്ഷെ നമ്മുടെ അടുത്ത് വുഡ് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വുഡ് എടുക്കാൻ വേണ്ടി പോയതാണ്. അതെ, കുട്ടപ്പനോടെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞടാ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് കത്തിച്ചുകൊണ്ട് ഫയർവുഡ് ഇട്ടിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയണത് ഒരു അടിപൊളി പകല് അതിൻ്റെ ഭംഗി കാണാം കേട്ടോ. നല്ല പക്ക ഒരു വാട്ടർ വ്യൂ ആണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്കിൽ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പം വലിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. പകൽ അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റും. വേണ്ട, നല്ല അടിപൊളി ആകാശവും നല്ല ബ്ലൂ സ്കൈ ഈ ഇരുട്ടത്തും. അപ്പോൾ വേണ്ട, ഇവിടെ നമ്മൾ ഫയർവുഡിനെ തിരി കൊളുത്തന്നെയാണ്. ഇത് കൂടുതൽ നന്നായിട്ടോ. അത് ആ സാധനം അടിപൊളിയാണ്. അത് ഫയർ സ്റ്റാർട്ടർ ആട്ടോ. അത് ഫയർ സ്റ്റാർട്ടർ പെട്ടെന്ന് ഫയർ കയറി. നമ്മളൊന്നും ഓർമ്മയില്ലേ മഴ കുറെ നേരം. അതെ. അപ്പൊ ഫയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. നമ്മുടെ വണ്ടിയുടെ സൈഡ് ലൈറ്റ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെ കിടന്നത് നമ്മുടെ വണ്ടിയുടെ അകത്ത് ഇങ്ങനെ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ട്രക്കിൻ്റെ ബാക്കിൽ ഇതാണ് സെറ്റപ്പ്. അപ്പോൾ പക്ഷെ നല്ല ഇതുള്ളത് കൊണ്ട്, ഇത് പുറത്ത് നല്ല തണുപ്പുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാമോ എന്നറിയില്ല. ഇതുണ്ടോ വെള്ളം മോയ്സ്ചർ പിടിച്ചേക്കണണ്ട. ഇതൊരു സംഭവം. പക്ഷെ ഡ്രിപ്പൊന്നും ആവണല്ലോ മേത്തേക്ക്. എങ്കിൽ തന്നെയും അത്രയും തണുപ്പുണ്ട്. അപ്പോൾ ഹീറ്റർ ഇവിടെ ഓണായി കിടക്കണോണ്ടേ ഹീറ്ററിൽ നിന്നുള്ള കണ്ടൻസേഷൻ കൊണ്ടാണ് ആ സംഭവം ഉണ്ടായേക്കണത്. വേണ്ട ഇവിടെയൊക്കെ. പക്ഷെ എന്നാലും അത് വലിയൊരു ബുദ്ധിമുട്ടല്ല നമുക്ക്. ഇറ്റ്സ് ഫീൽസ് ഗുഡ്. തണുപ്പുണ്ട്. നല്ല ഒരു പ്രകൃതിയിൽ വന്ന് കിടക്കണ ഒരു ഫീലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എണീറ്റ് കുറച്ച് ഫയർ പിറ്റൊക്കെ ഇട്ട് കുറച്ച് നേരം ആ വെള്ളം ഒഴുകുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ഇവിടെ നിന്ന് പോകണം. ഇപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു വീക്കെൻഡ് വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി നമ്മളിവിടെ എത്തി. ഫയർ പിറ്റൊക്കെ ഇട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിൽ റൂമിൽ കിടന്നുറങ്ങണേനാളും ഒരു ഡിഫറെൻറ്റ് ഫീൽ. അപ്പോൾ നമ്മളൊരു യാത്ര ചെയ്തെന്നുമായി, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയതുമായി, നമ്മൾ ആ വീക്കെൻഡ് നമ്മൾ എൻജോയ് ചെയ്തെന്നുമായി. അപ്പോൾ നമ്മളുടെ രാവിലെ നമ്മൾ ഇത് കണ്ടോ മോയ്സ്ചർ വൈപ്പ് ചെയ്ത് കളഞ്ഞു. നോക്കുമ്പോൾ കാണുന്ന വ്യൂയില്ലേ, ഇതൊക്കെ മലനിരകളും കാടും. അതാണ് ഈ സൈഡിലായിട്ടാണ്. ഇനി ഇതിലും ഭംഗിയുള്ളൊരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് എത്തുമ്പോൾ കാണുന്നത് നല്ല അടിപൊളി പുഴയാട്ടോ. കണ്ടോ, കുത്തി ഒഴുകണ ഒരു ചെറിയ റിവർ ആണ് നമ്മളാ കാണുന്നത്. അപ്പം എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സൂപ്പറാട്ടോ. ദേടി അതിൻ്റെ മേളിൽ മഞ്ഞ് നോക്കിയിട്ട്, ആ മലയുടെ മേളിൽ മഞ്ഞുണ്ട്. കണ്ടോ, കാണാനുണ്ടോ? നീ മഞ്ഞ് പെയ്തേക്കണേ, ഇപ്പൊ പെയ്തേക്കണേണ്. അത് ഫ്രഷ് മഞ്ഞ. തൊട്ടടുത്താണ്, തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു തണുപ്പിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഇതേ നമ്മുടെ
പുഴ കുത്തി ഒഴുകണ്. അപ്പോൾ നമ്മളിവിടെ ഷൂവൊക്കെ ഇവിടെ ഊരിട്ടിട്ടാണ് കയറിയത്. അപ്പോൾ പുറത്തിറങ്ങി എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടെ നമ്മുടെ സ്ഥലം, നമ്മൾ വന്ന് കിടന്ന സ്ഥലം. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ടെൻറ്റിങ് ഏരിയ ഒക്കെ ഉണ്ട്. ടെൻറ്റിങ് ഏരിയ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം എന്നാണ് പറയണത്. നമ്മൾ ഇപ്പോൾ ഈ തണുപ്പായതിന് ശേഷം നമ്മുടെ ഈ വണ്ടി എടുത്തതിന് ശേഷം ഇതിലാണ് ഇപ്പോൾ ക്യാമ്പ് ചെയ്യണത്. അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോഴേ വീഡിയോ എടുക്കാണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ കോലം കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കണത്. വേണ്ട, ചെളി അടിച്ച് കയറിയേക്കണതേ. കാരണം അതേപോലത്തെ വഴി കൂടെയാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പോയിട്ട് ഇതുണ്ട്, ഇവിടം വരെ ചെളിയാണ് അടിച്ച് കയറിയേക്കണം. അത്രപ്പെടുത്ത് നല്ല ടഫ് റോട്ടിൽ കൂടെ നമ്മൾ പോകുന്നത്. അല്ല എന്തോരം ചെളി അടിച്ച് കയറിയിട്ടുണ്ടെന്ന് നോക്കി. അപ്പോൾ ആ വഴിയും തെറ്റി, 2-3 സ്ഥലത്ത് നമ്മൾ വഴി തെറ്റി. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അവിടെ വാഷ്റൂം ഇല്ല ക്യാമ്പ് സൈറ്റിൽ. അപ്പോൾ നമ്മൾക്ക് വാഷ്റൂമുള്ള സൈറ്റ് അല്ലെങ്കിൽ ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് പണി കിട്ടും. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നേരെ വേറെ സ്ഥലത്ത് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരവിടെ ഓൾറെഡി ഗേറ്റ് അടച്ചു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമ്മൾ ടെൻറ്റ് ചെയ്തത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ലിഞ്ചേറിന് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? ഞങ്ങളെ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഞാനും ആലോചിക്കേണ്ട എവിടെ നിന്നാണ് കാറ്റ് വണ്ടിയെന്ന്. നല്ല തണുപ്പ്, കാലിന് തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. അപ്പോൾ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഫാനാണ് ഇട്ടേക്കണേന്നുള്ള അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ച് വണ്ടിയുടെ ഏതെങ്കിലും ഓട്ടയിൽ കൂടെ കാറ്റ് വണ്ടിയാണെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. അപ്പോൾ കുത്തി ദേഷ്യപ്പെട്ട് കളകളം ഒഴുകണ നദിയേട്ടാ. നമ്മൾ ഇതിന്റെ സൈഡിലാണ് കിടന്നത്. അപ്പോഴേ താഴേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ പുറത്ത്. ഇത് ബാക്കില് ചേട്ടാ ആ വ്യൂ ഒന്ന് കണ്ട് വേണ്ടോ? ബാക്കിൽ കാണാൻ എന്ത് രസം. ബോഡി ഇങ്ങനെ ഇറങ്ങി വന്നിട്ടേ മഞ്ഞ്, മലയുടെ മേളിൽ മഞ്ഞ്, ചെറിയ മല, ആ സൂര്യന്റെ ഒരു ഷെയ്ഡ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോളിന്റെ ഭംഗി കുറഞ്ഞു തുടങ്ങി ഇപ്പൊ അല്ലെ. ഫോൾ ഓൾറെഡി ഇലകളൊക്കെ പോയി തുടങ്ങി. സ്നോ ആയി തുടങ്ങി ഓൾറെഡി. ഇപ്പൊ ഇവിടത്തേക്ക് ഇതുണ്ട്, ഇതൊക്കെ ഫോള് കളർ ചേഞ്ച് ആയ മരങ്ങളായിരുന്നു. പക്ഷെ അതെല്ലാം ഇലകളൊക്കെ പൊഴിഞ്ഞ് വീണിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നിന്നതിന്റെ വേറെ ബാക്കില് ഇത് കണ്ടോട്ടോ. അയ്യോ അടിപൊളി മഞ്ഞ് വീണ് കിടക്കും കേട്ടോ മലയുടെ മേളില്. ഫ്രഷ് സ്നോയാന്ന് കണ്ടിട്ട്. അയ്യോ ആ കിളിയേ ഇവിടെ വന്ന് നല്ല കുളി. രാവിലെ വന്ന് മറ്റേ പല്ലേപ്പും കുളിയും കഴിഞ്ഞു പോണെന്ന് പറഞ്ഞ പോലെ നേരെ വന്ന് വെള്ളത്തിൽ വന്ന് 2 പ്രാവശ്യം മുങ്ങി. ഒന്ന് പൊങ്ങി, പിന്നെ ഒന്ന് മുങ്ങി, ഒന്ന് കുടഞ്ഞ് ഫ്രഷ് ആയിട്ട് ആള് അടുത്ത സ്ഥലത്തേക്ക് പറന്നു പോയിരുന്നു. അപ്പൊ ചേട്ടാ എന്നാ ഫയർ പിറ്റ് ഇട്ടാലോ നമുക്ക്? ഫയർ പിറ്റ് ഇട്ട് നല്ല തണുപ്പുണ്ട്. അപ്പൊ ഫയർ പിറ്റ് ഇട്ടിട്ട് സെറ്റാക്കാം. അപ്പോ ഇതാട്ടാ വണ്ടി ഇവിടെ കിടന്നുറങ്ങണേ. എണീക്കിടി, എന്തോരം നേരെ കിടക്കണ. നമുക്ക് ഒരു മണ്ടത്തരം പറ്റുക. നമ്മൾ ഇന്നലെ ഈ ഫാൻ ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി. ആ ഫാനിന്റെ തണുപ്പ് എന്ന് പറഞ്ഞാലോ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. കാറ്റ് കാലിലേക്ക് അടിച്ചിട്ടേ. പിന്നെ ഓണിങ്സ് ഒന്നും തുറക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ ഓണിങ്സ് ഒന്നും തുറന്നില്ല. പവർ ഔട്ട്ലെറ്റ് ഇവിടെ ആയിട്ടാണ് നമുക്ക് പവർ ഔട്ട്ലെറ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടൊന്ന് കുത്തിയിട്ടേക്കണത് കൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല അടിപൊളി ബെഡാട്ടാ ഇത്. നല്ല സൂപ്പർ ബെഡ്, എയർ ബെഡാണ്. പക്ഷെ നല്ല കംഫർട്ടാണ് കിടക്കാനായിട്ട്. പിന്നെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് നമ്മൾ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഹീറ്റർ ഉണ്ട്. പിന്നെ ഓൾറെഡി വേണ്ട നമ്മൾ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ, ആംബിയൻ ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റ് കിട്ടും രാത്രി ആയാലും.
അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് ഫയർ പിറ്റോട്ട് ഇട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ. എൻ്റെ ജാക്കറ്റ് ഇങ്ങോട്ട് എടുത്തു തരും റോസേ. ഇതേ കിടക്കണ ജാക്കറ്റ് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ പണി കിട്ടും. അല്ലേ ചേട്ടാ? അപ്പോൾ ഫയർ പിറ്റ് ഇടാം. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഫയർ പിറ്റൊക്കെ ഇട്ട് ഒന്ന് കത്തിക്കട്ടെ. അപ്പോൾ തണുപ്പിൻ്റെ ആയിട്ട് ഇങ്ങനെ പുക വന്നത്. ഇത് റോസ് എണീറ്റ് കൊള്ളാല. അവള് എണീറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. പതുക്കെ ബെഡും സാധനങ്ങളൊക്കെ ഒന്ന് മടക്കിക്കോട്ടാ. കുറച്ച് പണിയെടുക്കും. ഇന്നലെ ഒരു പണി എടുത്തിട്ടില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പതുക്കെ ഇങ്ങനെ മടക്കിയിട്ട് എങ്ങനെ മടക്കണ്ടേന്ന് അറിയൂ ഇത്. പതുക്കെ മടക്കി എല്ലാം ഒതുക്കിക്കോ കേട്ടോ. ഷൂ ഒക്കെ ഞാൻ നീക്കിയിട്ട് തരാം. ഷൂ നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി എടുക്കടി. ദേ അവിടെ ഒരു അപ്പാപ്പൻ രാവിലെ എണീറ്റ് ചായ കുടിക്കണം. നമ്മുടെ അടുത്ത് നമ്മൾ ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവിടെ ഒരു അപ്പാപ്പൻ ചായ കുടിക്കുന്നുണ്ട് സൈഡിൽ നിന്നുകൊണ്ട്. പുള്ളിയൊക്കെ എനിക്കൊന്ന് സ്ഥിരം താമസിക്കുന്ന ആൾക്കാരായിരിക്കും കേട്ടോ ഇവിടെ. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ 2 മണി വരെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നേ. അപ്പാപ്പൻ രാവിലെ എനിക്ക് തോക്കം കൊണ്ടുവന്ന് തെറി പറയുമെന്ന് പറഞ്ഞൂടെ. ഇവന്മാരായിരുന്നല്ലോ ഇവിടെ കിടന്ന അലമ്പെന്ന്. അപ്പൊ തീ ഒന്ന് കത്തി കിട്ടിയാൽ സെറ്റായി. ദാ ഇവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്ന് അങ്ങോട്ട് പോയി നിന്ന് നോക്കി അടിപൊളിയാ കാണാൻ. അപ്പൊ ഫയർ പിറ്റ് ഇട്ടിട്ടുണ്ട്. ഫയർ പിറ്റ് ഓണായിക്കൊണ്ടിരിക്കുന്നു. കത്തിത്തുടങ്ങി. ഫയർ അടിക്കുമ്പോ അല്ലേ ഈ തണുപ്പിന്റെ ഇടയിൽ ഈ ആംബിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. അപ്പോഴേ നമ്മള് പതുക്കെ പാക്കിങ് തുടങ്ങി. നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ആദ്യം ഒന്ന് മടക്കി കയറ്റണം. അതൊരു ഇത്തിരി പണിയാ. കൈ വേണ്ട, കൈയൊക്കെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് പുറത്ത്. ഹീറ്ററിൽ കൈ വെക്കുമ്പോഴാണ് ഒരു സുഖം. ഫയർ പിറ്റ് ഓണായി വന്നോളൂ. ഈ സാധനം കുത്തി കയറ്റൽ, ഇതിൻ്റെ ഉള്ളിൽ കയറ്റലൊരു ചടങ്ങാണ്. നമ്മുടെ ഈ ക്യാമ്പിങ്ങിലെ ഏക ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഈ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കയറ്റലാണ്. ബാക്കി നമ്മളെ ടെന്റ് ക്യാമ്പിങ് നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ടെന്റ് അഴിക്കണം, ടെന്റ് ഇത് മടക്കി കയറണം. അത് ഒരു 2 പേര് 3 പേരൊക്കെ ഉണ്ടെങ്കിലാണ്. ഒറ്റയ്ക്ക് 2 പേരൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് ഇത്തിരി എൻജോയ്മെന്റ് അല്ല അത്രയും. പക്ഷെ ഇതില് ഏക ഒരു ടഫായിട്ടുള്ളൊരു പാട്ട് എന്ന് പറയുന്നത് ഇതിങ്ങനെ തണുപ്പത്ത് നമ്മൾ ടൈം എടുക്കും. മറ്റേ വേറെ ഒന്നും, അതായത് നമ്മൾ ഫിസിക്കലി ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ ഇനി നമ്മുടെ ബെഡ് ഞാൻ കാണിച്ചു തരാം. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ ബെഡ്. പക്ഷെ ഭയങ്കര കംഫർട്ടാണ്. മീൻസ് കിടക്കാൻ നല്ല കംഫർട്ടാണ്. അതേപോലെ തന്നെ ഈ ഇതേപോലെ വണ്ടികളിലൊക്കെ യാത്രകളൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ഉപകാരപ്പെട്ടൊരു സാധനം കേട്ടോ. ഞാൻ റിവ്യൂ ആയിട്ടോ കാര്യങ്ങളായിട്ടൊന്നും അല്ല, പക്ഷെ ഭയങ്കര കംഫർട്ടാണ് നമുക്ക് അതിൽ കിടക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബെഡ്. നല്ല കംഫർട്ട് ബെഡാണ് ഇത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ സമ്മർ ടൈമിലൊക്കെ നമുക്ക് കാല് നീട്ടി ഇതിൽ വിൻഡോ അടയ്ക്കാണ്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇതിലും നമുക്ക് എയർ ഫില്ല് ചെയ്യാം വേണ്ട. അപ്പോൾ നമ്മൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഹുക്കപ്പ് നമ്മൾ ഇവിടെ നിന്ന് ഊരി ഇനി ആ വയറൊക്കെ മടക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഡിഫ്ലേറ്റ് ചെയ്യാനായിട്ട് ചാർജ് ഇല്ല അതിൽ. അപ്പോൾ അതിന് ഇനി ബാറ്ററി ചാർജിങ് കുത്തിയിട്ടിട്ട് വേണം ഡിഫ്ലേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു ബെഡാണ്. ചേട്ടാ പവറല്ലേ? അപ്പോൾ കത്തി പിടിക്കാനുള്ള ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആയിപ്പോയി. മറ്റേ ബെഡിൻ്റെ ഓട്ടോമാറ്റിക് ഡിഫ്ലേറ്റ് ചെയ്യാനെങ്കിൽ നമ്മുടെ ബാറ്ററി ബാങ്ക് ഉണ്ട്. കണ്ട ഈ സാധനം ജംഗം സാധനം ഇരിക്കണം. പക്ഷെ അതില് കുത്തിയിടണമെങ്കിൽ കേബിൾ എടുത്ത് കുത്തിയിടണം. എന്തായാലും ഇതൊന്ന് ഊരിയിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഗ്ലാസ് ഒക്കെ ഫ്രോസൺ ആട്ടോ. ഇതിന്റെ ഇലക്ട്രിക് കുക്കപ്പ് ഊരണം. അത് കണ്ടോ, അതായത് നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് അതിന്റെ ഉള്ളിൽ പവർ കിട്ടുന്നത്. അപ്പൊ അത് പവർ ഇവിടുന്ന വരുന്നത് എല്ലാ ക്യാമ്പിംഗ് സ്പോട്ടിലും ഉണ്ടാവും ഇങ്ങനെ ഓരോരോ. ഈ ആർമി ക്യാമ്പ് സൈറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. വെള്ളമുണ്ട്. നമുക്ക് പിന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ല. വാഷ്റൂം ഒക്കെ ഉള്ള ട്രക്കുകളാണെങ്കിൽ വെള്ളം ഉപയോഗിക്കാം. ഈ കേബിള് മടക്കി നമ്മൾ എടുത്തു വെച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഈ സാധനങ്ങളൊക്കെ കറക്റ്റ് എടുത്തു വെച്ചില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ വരുമ്പോഴായിരിക്കുള്ളൂ. ഇപ്പൊ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഈ പ്ലഗില് ഇത് തിരിച്ച് പോയേക്കണ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ക്യാമ്പ് സൈറ്റിൽ നമുക്ക് 30 ആമ്പാണ് മിക്കോടത്തും കിട്ടുന്നത്. നമ്മുടെ വണ്ടിക്ക് വേണ്ടത് 15 ആമ്പാ.
30 to 15 ആകുമ്പോൾ കൺവേർട്ടർ നമ്മളെപ്പോഴും കയ്യിൽ കരുതി കരുതണം. RV കാറിന്റെ അടുത്ത് മിക്കവാറും അടുത്ത് അത് ഉണ്ടാവും. ഉണ്ട്. യെസ്. നമ്മളിങ്ങനെ ട്രക്ക് ക്യാമ്പിങ് ഇതേപോലെ സെറ്റപ്പിൽ ചെയ്യുമ്പോൾ അത്രയും കയ്യിൽ കരുതണമെന്നില്ല. അപ്പോ ഇതൊക്കെ നമ്മളിങ്ങനെ സ്ഥിരം എടുത്ത് വെക്കണ സ്പോട്ടാണ്. അതിന്റെ ഉള്ളിൽ ഇവിടെ അത് ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കും, അതാവുമ്പോ മറന്നു പോകില്ലേ. അപ്പോ ഇതെടുത്ത് ഇതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് ബാക്കിയൊക്കെ ഓർഗനൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഹീറ്റർ നമ്മള് കിട്ടിയ ഹീറ്ററിന്റെ ബോക്സ് ആണ്. നമ്മള് നിന്ന ക്യാമ്പ് സൈറ്റ് ആയിട്ട് കാണുന്നത് മഞ്ഞായി തുടങ്ങി മേളിലൊക്കെ വേണ്ട ആൾക്കാർ RVയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ഓരോരുത്തർ വന്നേക്കണത്. RV ഇങ്ങോട്ട് പോകണം എന്നാണ് പറഞ്ഞേക്കണത്. നമ്മുടെ വെഹിക്കിൾ ക്യാമ്പിങ് കുറവാണ് കൂടുതലും ഇവിടെയൊക്കെ. ഈ സമയത്തൊക്കെ കൂടുതലും ആൾക്കാർ RV ക്യാമ്പിങ് ആയിരിക്കും. നമ്മൾ വാഷ്റൂമിലേക്ക് വന്നതാണ്, ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് വാഷ്റൂമിലൊക്കെ പോയിട്ട് പതുക്കെ ഇറങ്ങാം എന്നുള്ള പ്ലാനില്. കാരണം മഞ്ഞ് വീണേക്കണത് കൊണ്ടേ താഴേക്ക് നല്ല തണുപ്പ് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഫയറും കത്തണില്ല. അപ്പോൾ നമുക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത വർഷം കാണാം എന്നുള്ള രീതിയിലേക്ക് ഇലകൾ പതുക്കെ വീണ് കണ്ടോ. ഫുള്ള് അവരവരുടേതായ പൈൻ മരങ്ങളിൽ ഇല കൊഴിയില്ല, പക്ഷെ ഈ മേപ്പിൾ ലീവ്സ് എല്ലാം കൊഴിഞ്ഞു. ഇനി അവരവരുടേതായ ഒരു കാലഘട്ടത്തിലേക്ക് മാറി. അപ്പോൾ വണ്ടിയൊക്കെ ഫുള്ള് ചെളി പിടിച്ചിട്ടേ ചെളി അടിച്ച് കയറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ല, അതേപോലെ ഇപ്പോൾ വെട്ടം വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവണ കേട്ടോ. അപ്പോൾ ഇതാണ്ടോ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും. ഇവിടെ ഫയർ പിറ്റ് ഇട്ടിട്ട് ഫയർ കത്തണില്ലെന്നാണ് പറയണത്. നമുക്ക് പതുക്കെ ഞങ്ങളങ്ങനെ ഇറങ്ങാൻ നോക്കണ ഒരു പരിപാടിയിലാണ്. അവിടെ ഒരു ഫാമിലി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സാധനം ഈ മറ്റേ ബാറ്ററി ഇതേ ഡിഫ്ലേറ്റ് ചെയ്യാനായിട്ട് ബാറ്ററി ഡൗൺ ആയിപ്പോയി ബെഡിൻ്റെ. അപ്പോൾ അത് ഒന്ന് ചാർജ് ചെയ്ത് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബാറ്ററി ഇപ്പം അധികം നേരം നിന്ന് സമയം കളയാനില്ല, നമ്മൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഡിഫ്ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ഞെക്കി കേട്ടോ. ആണോ ഇതിൻ്റെ ഗുണം ഭയങ്കര കംഫർട്ടാണ്. അവൻ തന്നെ ഇൻഫ്ലേറ്റും ചെയ്യും ഡിഫ്ലൈറ്റും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ബാറ്ററി ബാങ്ക് കൊണ്ടു നടക്കണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം ചേട്ടൻ വിളിച്ചിങ്ങനെ പോവാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഒരു അഡ്വാൻസ് ആയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യാണ്ട് വന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും പക്ഷെ നമുക്ക് ഫൈനലി നല്ലൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ ക്യാമ്പ് ചെയ്തു, നമ്മൾ എൻജോയ് ചെയ്തു. രാത്രിയായി വന്നപ്പോൾ ഞങ്ങൾ കുറേ നേരം, പിന്നെ രാത്രി ആയതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. ജസ്റ്റ് വന്ന് എൻജോയ് ചെയ്തു നമ്മൾ വണ്ടിയിൽ കിടന്നുറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ പോവാം. ഓക്കെ, അപ്പം ഞങ്ങളങ്ങനെ പതുക്കതെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ എക്സ്പ്ലോറോ അങ്ങനെ പാക്കപ്പായി. അപ്പോൾ റെഡി അല്ലേ? കണ്ടോ എക്സ്പ്ലോറോ, അതാട്ടാ വണ്ടിയുടെ ട്രേഡ് മാർക്ക്. എല്ലാം സെറ്റല്ലേ? അപ്പോൾ ഈ വണ്ടിയിലും എല്ലാം സെറ്റ് ചെയ്തു, ഡോറടച്ചു. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങണേണ്.